തിരഞ്ഞെടുപ്പ് കാലമായാൽ ഒരു സീറ്റ് ഒപ്പിക്കാനുള്ള പരക്കം പാച്ചിലിലാണ് രാഷ്ട്രീയക്കാർ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ കരച്ചിലായി, പരിഭവമായി, പരിദേവനമായി. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തും യാത്രായോഗ്യമായ ഒരു വഴിക്കായി കാത്തിരിക്കുന്ന കുറച്ച് വോട്ടർമാരുണ്ട് ഇടുക്കി ഗാന്ധിനഗർ കോളനിയിൽ. 2018 പ്രളയത്തിൽ തകർന്ന റോഡ് ഇതുവരെയും നന്നാക്കിയിട്ടില്ല. വോട്ട് ബഹിഷ്കരണം എന്ന അവസാന ആയുധം പ്രയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ നാട്ടുകാർ. ഇടുക്കിയിൽ രാഷ്ട്രപിതാവിന്റെ പേരിൽ ഒരു കോളനി, ഗാന്ധിനഗർ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജുമായി ഈ ഗാന്ധിനഗറിന് ഒരു ബന്ധവുമില്ല. ഇവിടെ യാത്രായോഗ്യമായ വഴി പോലുമില്ലാതെ 10 കുടുംബങ്ങൾ. 2018 പ്രളയത്തിൽ തകർന്നുപോയതാണ് ഇവരുടെ ഏക യാത്രാമാർഗമായ റോഡ്. 8 വർഷം കഴിഞ്ഞിട്ടും പുതിയ റോഡ് നിർമ്മിച്ചില്ല. നേതാക്കന്മാരെല്ലാം വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇത് ഓക്കെയാ, നാളെ നിങ്ങൾക്ക് വഴി റെഡിയാന്ന് പറയും. പക്ഷെ ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. വോട്ട് മേടിച്ചുകൊണ്ട് പോവല്ലാണ്ട് ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് ഒരു ഉപകാരമായിട്ട് വന്നിട്ടില്ല. നല്ല നല്ല വീടുകളെല്ലാം ഇടിച്ചു പൊളിച്ച് വീട് കൊടുക്കുക. പക്ഷെ ഈ കുഴി കിടക്കുന്ന ഞങ്ങൾക്ക് ഒരു വീടിന് ഒരു മെയിൻ്റനൻസിന് പോലും തരുന്നില്ല. രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കസേരയിലിരുത്തി ചുമന്നുകൊണ്ടു പോകണം. കാലൊന്നു തെറ്റിയാൽ 25 അടി താഴ്ചയിലേക്ക് വീഴും. ഒരാശുപത്രി കേസിന് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. എന്റെ കാലൊടിഞ്ഞ് ഇപ്പോഴും ഇരിക്കുക. ഇതിന് കയറി മേളിലോട്ട് പോയത് 5-6 പേരുകൂടി വണ്ടി കയറ്റിയ, വണ്ടിയിലിരുത്തി കസേരയിലിരുത്തി 5-6 പേരുകൂടി എടുത്താൽ ഞങ്ങളെ കൊണ്ടുവരില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികൾ എത്തിത്തുടങ്ങി. എന്നാൽ വോട്ട് ബഹിഷ്കരിക്കാനാണ് ഇവരുടെ തീരുമാനം. ജനാധിപത്യ പോരാട്ടത്തിൽ 10 വോട്ടിന് വിലയുണ്ട്. അതിനാൽ ഈ ബഹിഷ്കരണ ഭീഷണി ഫലം കാണുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, ഇടുക്കി.